പാലക്കാട് അകത്തേത്തറയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയ 92കാരിക്കും മകൾക്കും സഹായമായി സുരേഷ് ഗോപി. സർക്കാർ പെൻഷൻ നൽകുന്നതുവരെ സുരേഷ് ഗോപി പെൻഷൻ തുക നൽകും. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ. കാരണം പാലക്കാട്ടെ ചൂട് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് വിവരിക്കാൻ കഴിയാത്തതാണ്. ആ തരത്തിലാണ് രാവിലെ ആകുമ്പോഴുള്ള ചൂടൊക്കെ. ആ ചൂടത്താണ് അവർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ, അകത്തേത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒരു കട്ടിലിട്ട് ആ കട്ടിലിൽ വന്ന് കിടന്നിരുന്നത്. പാലക്കാട് അകത്തേത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കട്ടിലിൽ കിടന്നായിരുന്നു വയോധികരുടെ പ്രതിഷേധം. ഇരുവരുടെയും ദുരവസ്ഥ 24 വാർത്തയിലൂടെ അറിഞ്ഞാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ. മണിക്കൂറുകൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കിടന്ന് പ്രതിഷേധിച്ച 92കാരി പത്മാവതി അമ്മയെയും മകൾ 67കാരി ഇന്ദിരയെയും ആരും തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്ന് BJP പ്രവർത്തകർ 1 മാസത്തെ പെൻഷൻ തുക നൽകി വീട്ടിലേക്ക് മടക്കി അയച്ചിരുന്നു. ഇരുവർക്കും സർക്കാർ പെൻഷൻ നൽകും വരെ തന്റെ പെൻഷൻ തുകയിൽ നിന്ന് പണം നൽകുമെന്നാണ് സുരേഷ് ഗോപിയുടെ ഉറപ്പ്. ഈ കഥനം കാണുമ്പോൾ ഹൃദയം വല്ലാണ്ടങ്ങ് മുറുകിപ്പോകും. ഞാൻ കണ്ട കാഴ്ചകളിലെ ഏറ്റവും ദാരുണമായ കാഴ്ചയാണ് ആ അമ്മ 92ാമത്തെ വയസ്സും എന്റെ മുത്തശ്ശിയൊക്കെ കിടക്കുന്നത് പോലെ തോന്നി. അപ്പോ ഞാനത് എന്റെ പെൻഷൻ അക്കൗണ്ടുമായിട്ട് അങ്ങ് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ബൈ ഡിഫോൾട്ട് അവർക്ക് ഈ 1600 രൂപ ഇപ്പം 2 പേർക്കും കൂടെ ചേർത്ത് 4 പേർക്ക് അക്കൗണ്ടിൽ നിന്ന് തനിയെ അങ്ങ് പൊയ്ക്കോളൂ. മണിക്കൂറുകൾ കുത്തിയിരുന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും സുരേഷ് ഗോപിക്ക് 1000 നന്ദിയെന്നും നിറ കണ്ണുകളോടെ ഇന്ദിരയും പത്മാവതിയും. വളരെയധികം സന്തോഷം. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ദൈവം നല്ലത് മാത്രം കൊടുക്കട്ടെ. പിന്നെ ഇതിപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത് 24 ആണ്. ഈ 50 കൊല്ലമായിട്ട് ഞങ്ങൾ അവിടെ താമസിക്കുന്നതാണ്. ആരും ഇല്ലാത്ത ഈ ഇത്രയും വയസ്സായിട്ടുള്ള ഒരമ്മയും ഞാനും അവിടെ വന്നിരിക്കുമ്പോൾ എന്നോടൊപ്പം പണിയെടുത്തൊരു പ്രസിഡൻ്റാണ്. ആ പ്രസിഡന്റ് പോലും എന്താ എന്ന് പോലും എൻ്റെ നമ്പർ ഉണ്ടായിട്ടും കൂടെ ഒന്ന് വിളിച്ച് ചോദിക്കുക പോലും ചെയ്തില്ല. വളരെയധികം പരിതാപകരം തന്നെയായിരുന്നു ഞങ്ങളുടെ. 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് പത്മാവതിക്കും മകൾക്കും ലഭിക്കാനുള്ളത്. രാവിലെ പ്രതിഷേധത്തെക്കുറിച്ചറിഞ്ഞ് പെൻഷൻ കിട്ടാനുള്ള നിരവധി പേർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയിരുന്നു. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്.